അതുപോലെ തന്നെ ഞാൻ പിടിച്ച് വെക്കും. കാരണം നമ്മൾ കരയരുത്. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞാലും നാടകമാന്ന് പറയും, ലിസറിനാന്ന് പറയും, അല്ലെ അവള് ചുമ്മാ വന്ന് അഭിനയിക്കുവാന്ന് പറയും. എങ്കിൽ പോലും ഞാൻ ആ മരിച്ച നിമിഷം ഒരു എന്താ പറയാ, ആ ഒരു നിമിഷം ഞാൻ ഓർക്കാൻ ശ്രമിക്കുന്നില്ല പലപ്പോഴും. അങ്ങനെ ഒരു ഒന്നും സംഭവിച്ചില്ല. ഇന്നലെ അല്ല, ഇന്നലെ എൻ്റെ ഒരു അനിയത്തിയുണ്ട്, സുചേട്ടന്റെ മരണസമയത്ത് തലേന്ന് അവളുണ്ട് കൂടത്തിൽ, ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞു. അവർ ഇന്നലെയും കൂടെ പറഞ്ഞപ്പോൾ അവള് പറയാണ്, ചേച്ചി ആ മരിച്ചെന്ന ആ സംഭവം, സുചേട്ടൻ മരിച്ചെന്ന് പറയുമ്പോൾ പോലും നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അതോടുകൂടി തീർന്നെന്നാണ്. പക്ഷെ എന്നിട്ടും മരിച്ചെന്നോ, സുധിച്ചേട്ടൻ മരിച്ചെന്നോ, ആ ഒരു മനസ്സ്, അതായത് നമ്മുടെ മനസ്സ് മാക്സിമം അതിനെ കളയാൻ ശ്രമിച്ചു, തള്ളിക്കളയാൻ, ഇല്ല നുണയാൻ ശ്രമിച്ചെങ്കിൽ പോലും അതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. ഇന്നലെയും കൂടെ ഞങ്ങളത് സംസാരിച്ചു തലേന്ന് കുറേ സംസാരിച്ചാലും സുചേട്ടൻ. അപ്പോഴാണ് അവള് പറയുന്നത് 6 മാസത്തിനകം ഞാൻ വീട് പണിയും കല്ലിടും എന്നൊക്കെ ഇവളോടാ പറയുന്നത്. വാവുട്ടനോട് പറയല്, ഞാൻ 6 മാസത്തിന് അവൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ, 6 മാസത്തിനകം ഞാൻ വീട് പണിയും. പിറ്റേ ദിവസം ഏട്ടൻ പോകുമായിരുന്നു. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. തലേന്നാണ് ഈ കുട്ടിയുടെ അടുത്ത് ഇത് സംസാരിച്ചത്, എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത്. ഞാൻ നേരത്തെ കിടന്നപ്പോൾ ഇവര് സംസാരിക്കുമായിരുന്നു. നിങ്ങൾ സംസാരിച്ചിട്ട് വാന്ന് പറഞ്ഞപ്പം ഇവളോട് പറഞ്ഞാണ്, വാവട്ടൻ്റെ അടുത്ത് പറയല്, സർപ്രൈസ് ആണ്, ഞാൻ 6 മാസത്തിനകം വീട് പണിയും കേട്ടോ, എൻ്റെ വാവട്ടയ്ക്ക് വേണ്ടി, എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള വീട് പണിയും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു.